ഇത്രയും നല്ല ഗുണവാനായ ഹനുമാനെ ശ്രീരാമചന്ദ്രൻ ആദ്യമായി കണ്ട സന്ദർഭത്തിൽ തന്നെ ഹനുമാന്റെ സംസാരം കേട്ട് ആശ്ചര്യപ്പെട്ട് ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു. പക്ഷേ ഈ പ്രായത്തിലും അങ്ങ് വിവാഹം കഴിക്കാതെ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണമെന്താ? നിന്റെ സംശയം എന്നെക്കുറിച്ചാണോ? സ്വാമി, അങ്ങയെ പറഞ്ഞു മനസ്സിലാക്കിക്കാനുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല. ദേവി ദാസ്വാമി, ഞാൻ തീർച്ചയായും വരാം. നിങ്ങൾ പൊയ്ക്കോളൂ. നിങ്ങൾക്ക് ഇന്ന് തന്നെ പോണോ? പോയേ പറ്റൂ. എത്ര പേരെ വിട്ട് അന്വേഷിച്ചിട്ടും നമ്മുടെ ബിജിലി എവിടെയുണ്ടെന്ന് കണ്ടെത്താനായില്ല. ബിജിലി! ബിജിലി! ചാന്തുബായ്, ഇരിക്കൂ. എന്താ, ബിജിലിക്ക് വേണ്ടി 2 മാസമായിട്ട് അന്വേഷിച്ച് ക്ഷീണിച്ചു പോയതുപോലെയുണ്ടല്ലോ. നിങ്ങൾക്കെങ്ങനെ അറിയാം? എനിക്കെല്ലാം മനസ്സിലാകും. ആദ്യം സമാധാനമായിട്ട് ഈ ഗുഡ്ക വലിക്കൂ. അതിനുശേഷം കുതിരയുടെ കാര്യം ആലോചിക്കാം. വാങ്ങിക്കൂ ചാന്തുബായ്. വെള്ളം വേണം. ഇതാ വെള്ളം. ആ, തീയോ? ആ, അതും ഇവിടെയുണ്ട്. പക്കീറെ, നിങ്ങളാരാ? എൻ്റെ കണ്ണിൽ നിങ്ങൾ അള്ളാഹുവിനെ പോലെ ഉണ്ട്. പിന്നെ എന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ആരാണെന്നും അറിയില്ല, നമുക്ക് മുൻപരിചയവും ഇല്ല. എന്നിട്ടും നിങ്ങൾ എൻ്റെ പേര് ചൊല്ലി വിളിച്ചു. ഞാൻ എന്താ അന്വേഷിച്ചു വന്നതെന്ന് എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുതിരയുടെ പേരും അങ്ങ് പറഞ്ഞു. നിങ്ങൾ സാധാരണ ഒരാളല്ല. നിങ്ങൾ ആരാ? ഇവിടെ എന്തിനിരിക്കുന്നു? ഈ കാട്ടിലും മേട്ടിലും നിങ്ങൾക്കെന്താ ജോലി? അല്ലാ മാലിക്, എൻ്റെ കാര്യം പിന്നെ പറയാം. ആദ്യം നിന്റെ കുതിരയുടെ കാര്യം ആലോചിക്കുക. ആ ആറിൻ്റെ തീരത്ത് പുല്ലുമേയുന്നുണ്ട്. പോയി കൂട്ടിയിട്ട് വരൂ. ആ, ആറിൻ്റെ തീരത്തുണ്ടെന്നോ? ഞാൻ വിശ്വസിക്കില്ല. ഞാനിപ്പോൾ ആറിൻ്റെ തീരത്തുനിന്നാണ് വരുന്നത്. അവിടെ കുതിരയില്ല. അവിടെ തന്നെയുണ്ട്. വേണമെങ്കിൽ പോയി നോക്ക്. പക്കീറെ, അവിടെ ഇല്ല. ഞാൻ നോക്കിയിട്ട് വന്നതാ. ഈ പക്കീർ ഒരിക്കലും നുണ പറയില്ല. ആ, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം. ദാ,
ബിജിലി, ബിജിലി, ഇത്രയും നാൾ നീ എന്നെ വിട്ട് എവിടെ പോയാ? ആ സുഖമല്ലേ? ഏ? ഫക്കീറെ, നിങ്ങൾ സാധാരണ ആളല്ല, ഒരു വിശുദ്ധനാ. ഫക്കീറെ, എന്നോട് ക്ഷമിക്കണേ. നിങ്ങൾ മനുഷ്യനല്ല, സാക്ഷാൽ അല്ലാവാ. 2 മാസമായി എൻ്റെ ബിജിലിയെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. എൻ്റെ കണ്ണിൽ പെടാത്ത കുതിര നിങ്ങളുടെ കണ്ണിൽ പെട്ടെന്ന് പറഞ്ഞാ ഫക്കീർ പറയൂ, നിങ്ങൾ ആരാ? എവിടെയുള്ളതാ? എൻ്റെ വീട്ടിലേക്ക് വരൂ, എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കൂ. ഇവിടെ അടുത്തുള്ള ദൂത് എന്ന ഗ്രാമത്തിലാണ് എൻ്റെ വീട്. വരൂ ഫക്കീർ, എൻ്റെ വീടിനെ പവിത്രമാക്കൂ. ഞാൻ വരാം. വിളിച്ചാൽ വരാതിരിക്കുമോ? പക്ഷേ ഇപ്പോഴല്ല. ശരി, നിങ്ങൾ എവിടെ ഉണ്ടാവുമെന്ന് പറ. ഞാൻ അവിടെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോരാ. ഇന്ന സ്ഥലമെന്നൊന്നുമില്ല. എവിടെയാണോ അവിടെയെല്ലാം ഉണ്ടാകും. എൻ്റെ സാന്നിധ്യം ആരാഗ്രഹിച്ചാലും ഞാൻ അവിടെ എത്തും. ഞാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഇവിടെ വരുത്തുകയും ചെയ്യും. ശരി, നീ എന്നെ ക്ഷണിച്ചതല്ലേ, ഞാൻ വരാം. വരൂ ഫക്കീർ. ഇപ്പോഴല്ല, എൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ വരും. നിങ്ങൾക്ക് വേണ്ടി ഭക്തിപൂർവ്വം ഞങ്ങൾ കാത്തിരിക്കും. തീർച്ചയായും വരണം. പറഞ്ഞാൽ തീർച്ചയായും വരും. ഈ ഫക്കീർ വാക്ക് മാറില്ല. അല്ലാ മാലിക്. വരട്ടെ. അല്ലാ മാലിക്. ഷിരഡിയിലുള്ളവർക്ക് എല്ലാവർക്കും ഈ ബോലോറാമിന്റെ നമസ്കാരം. ഈ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വലിയ നമസ്കാരം. ഞങ്ങൾ 2 പേരും ഈ നാടിന്റെ പൊന്നോമന പുത്രനായ ശ്രീ 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 പാട്ടേൽ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. എത്ര വേണ്ടപ്പെട്ടതാണെന്ന് അറിയാമോ? അയാൾക്കല്ലാതെ മറ്റാർക്കും ആവശ്യമില്ലാത്തത്ര വേണ്ടപ്പെട്ടത്. ആദ്യം ഈ ശ്രീ 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 പാട്ടേൽ അവർ ആരാണെന്നല്ലേ നിങ്ങളുടെ ശ്രേഷ്ഠമായ സംശയം? ആരാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, കൃത്യയുഗത്തിൽ ഹിരണ്യകശിപൻ, ത്രേതായുഗത്തിൽ രാവണാസുരൻ, ദ്വാപരയുഗത്തിൽ ദുര്യോധനൻ, കലിയുഗത്തിൽ ഞങ്ങളുടെ പാട്ടേൽ അവർ. ഇതിൽ കൂടുതൽ അദ്ദേഹത്തെ പറ്റി പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഒറ്റ വാക്ക് പോലുമില്ല. ഞങ്ങളുടെ പാട്ടേൽ അവർക്ക് ആരെയും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് പട്ടേലിനെ കണ്ട തീരെ ഇഷ്ടമല്ല. മനസ്സിലായി. പട്ടേൽ ആരെന്നല്ലേ നിങ്ങളുടെ ശ്രേഷ്ഠമായ സംശയം? ആ പാട്ടേലിനെക്കാളും കുറച്ച് അറിവില്ലാത്ത മനുഷ്യൻ. അവരുടെ നടുക്ക് പച്ചപ്പുല്ല് കൊണ്ടിട്ടാലേ അത് കത്തി എരിയില്ല. ചാരമായി പോന്ന്. എങ്ങനെയെങ്കിലും ആ പട്ടേലിനെ ഇവിടെ നിന്ന് നാട് കടത്തണമെന്ന് നമ്മുടെ പാട്ടേൽ മനസ്സിൽ കരുതി കൂട്ടിയിരിക്കുകയായിരുന്നു. അവനെ തുരത്താൻ വേണ്ടിയാ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വെറുപ്പിച്ചോണ്ടിരിക്കുന്നേ. ഞങ്ങള് മണ്ടന്മാരല്ല, പക്ഷെ മണ്ടത്തരങ്ങളാ ചെയ്യുന്നത് മുഴുവനും. അതുകൊണ്ട് അവിടെ ഇവിടെ പോയി ഏഷണി പരത്തി കമ്പ് ഓടിയാതെ പാമ്പ് ചാവാതെ ഞങ്ങളുടെ 2 വയറ് നിറച്ചോണ്ടിരിക്കും. പട്ടേൽ മാത്രമല്ല,
ഞങ്ങളുടെ പാട്ടേൽ യജമാനെ ഇഷ്ടമല്ലാത്ത ഒരു സന്യാസി ഈ നാട്ടിൽ വന്നാലും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വന്നയാൾ ദൈവമായിരുന്നാ പോലും വന്ന പോലെ തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് അവരുടെ രണ്ടുപേരെ നടുവില് ഞങ്ങൾ രണ്ടും പിടിക്കപ്പെടാതെ അകപ്പെടാതെ ഭയപ്പെടാതെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഈ ഷിരിഡി നിവാസികൾ പണ്ടെപ്പോഴോ ചെയ്ത രണ്ട് പാപങ്ങളാണ്, ഒന്ന് പട്ടേലും പാട്ടേലും. ഞങ്ങൾക്ക് സമയം കളയാനില്ല. നാട്ടിൽ ചെന്നിട്ട് ഞങ്ങളുടെ ഉത്തമ ഗുരു പറഞ്ഞ ആവശ്യമില്ലാത്ത പണികൾ ചെയ്യാനുണ്ടല്ലോ. വരട്ടെ. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് കാണാം. പട്ടേലിനെ കുറച്ചു നേരം മാറ്റി നിർത്തി പാട്ടേലിനെ കണ്ട് പണ്ടാരളങ്ങളല്ലോ. മഹൽസ്യാപ്പതി അവർകളെ, സ്വാമി, ഇന്നീ ഭഗവാൻ അതിചൈതന്യത്താൽ തിളങ്ങി നിൽക്കുകയല്ലേ? അതേ ദേവദാസ് സ്വാമി, ആഴ്ചയിലെ ഈ ദിവസങ്ങളിലെ കണ്ടോപ ദർശനം ഭക്തർക്ക് സന്തോഷകരമാണ്. ഉവ്വ, സത്യമാ. ഈ ഭഗവാനിൽ വിശ്വസിക്കുന്നത് കൊണ്ടാ നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങള് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്നത്. ഇനി എത്ര നാളാ ഇങ്ങനെ ക്ഷമിച്ചിരിക്കുക? ആ പട്ടേൽ പോലുള്ള ആളുകൾ ഗ്രാമത്തിൽ ഒരാളുണ്ടായാൽ മതി. 100 രാവണാസുരന് സമം. 100 രാവണാസുരന്മാരായാലും ഒരു രാമന്റെ വില്ലുകൊണ്ട് ഭയന്നു പോകില്ലേ ശ്യാമങ്ങുന്നേ? ജോഗിലവർകളെ, ദൈവത്തിന്റെ തീരുമാനം എന്താണോ അതേ നടക്കൂ. നാമെല്ലാം അവിടത്തേക്ക് കീഴ്പ്പെട്ടവരാ. സത്യമാ സ്വാമി. ഭാരമെല്ലാം ഭഗവാൻ അർപ്പിച്ച് ജീവിതമെന്ന വണ്ടി പതിയെ തള്ളിക്കൊണ്ടു പോകുന്നതാ ഭേദം. ശരിയാ. പൂജ തുടങ്ങിക്കോളൂ മഹൽസ്യപതി സ്വാമി. ശരിക്കുള്ള ദൈവം വരാണ്ട് പൂജ എങ്ങനെ തുടങ്ങും? ശരിക്കുള്ള ദൈവമോ? അങ്ങനെ പറഞ്ഞ കണ്ണിന്റെ കൂടെ കാലും പോവും. കണ്ണും പോവില്ല, കാലും പോവില്ല. പക്ഷേ സത്യമായ ദൈവം ആരാണെന്ന് പറ. അസംബന്ധം. ലോകമറിഞ്ഞ ജഗന്നാഥന് ശംഖചക്രമുണ്ട്. ഷിർദിയിലെ സിംഹം, വരങ്ങൾ തരും വരാഹം. വിശ്വാസത്തിൽ നായ, ക്ഷമയിൽ ഋഷഭം. അത്ര മൃഗലക്ഷങ്ങളുള്ള മഹാൻ ആരാണെന്ന് പറയൂ. അതിനുള്ള മറുപടി ഞങ്ങളുടെ വായിൽ നിന്ന് കേൾക്കണോ? വേറെന്ത് ചെയ്യാനാ? ആകട്ടെ, കലികാലമല്ലേ. ആ മഹാൻ വേറെ ആരുമല്ല, മഹാരാജ ശ്രീ 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 ഞങ്ങളുടെ പാട്ടേൽ യജമാനൻ. ഹര മഹാദേവ. പവിത്രമായ ഈ ക്ഷേത്രത്തില് പവിത്രമല്ലാത്ത പേരെന്തിനാ പറയുന്നേ? അസംബന്ധം. ഈ കാര്യം ഞങ്ങളുടെ യജമാനങ്ങൾ അറിഞ്ഞായിരുന്നെങ്കിൽ നിന്റെ പൂജാരിപ്പണി ഇന്നത്തോടെ തീർന്നേനെ. അതെ മഹൽസ്യപതി സ്വാമി, വേദങ്ങൾ പറയുന്ന നാവുകൊണ്ട് വേദാളങ്ങളോട് എന്തിനു സംസാരിക്കണം? ആദ്യം ഭഗവാന് പൂജ ചെയ്താലും സ്വാമി. കണ്ടില്ലേ അവരുടെ അഹങ്കാരം? നിങ്ങളുടെ ഇഷ്ടത്തിന് പൂജയും ആരാധനയൊക്കെ ആരംഭിച്ച നിങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കേണ്ടി വരും. നിങ്ങളുടെ ഇഷ്ടത്തിന് പൂജയും ആരാധനയൊക്കെ ആരംഭിച്ച നിങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കേണ്ടി വരും. എന്താടോ മഹൽസ്യപതി, നാട് മുഴുവൻ ചുറ്റി ആരൊക്കെ എങ്ങനെ ജീവിക്കുന്നെന്ന് നല്ലതും ചീത്തയും കണ്ടെത്തി മാധവസേവ തന്നെ മാനവസേവയെന്ന് കരുതിയിട്ട് 4 പേരെ കണ്ട് സംസാരിച്ചു വന്നപ്പോൾ അല്പം വൈകിപ്പോയി. ആ സമയം കൊണ്ട് നിങ്ങള് മംഗളഹാരമൊക്കെ ചാർത്തി മന്ത്രങ്ങൾ ചൊല്ലി തീർക്കുക. അങ്ങ് താമസിച്ചു വന്നു കരുതി ഭഗവാനുള്ള പൂജ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. താമസിപ്പിക്കണം. അങ്ങനെ ചെയ്തില്ലേ പിന്നെ ഞാൻ ആരായി? എന്റെ അന്തസ്സെന്തായി? പറഞ്ഞു കൊടുറാ മണ്ട ശിരോമണികളെ. വായിലെന്താ കുഴക്കട്ടെയാണോ? എന്ത് വർത്തമാനോ പറയുന്ന യജമാനെ? കിളിക്ക് പറയും പോലെ ഞാൻ പറഞ്ഞതാ. കാതില് ശംഖൂതന പോലെ പറഞ്ഞു കേട്ടതേ ഇല്ല. എങ്ങനെ കേൾക്കാനാ? കടം ചോദിക്കാൻ വരുമ്പോ മാത്രം ഞാൻ അവർക്ക് സാക്ഷാൽ ഭഗവാനാ. കാര്യം സാധിച്ചു കഴിഞ്ഞാ വെറും കരിങ്കല്ല്. പാട്ടീലവറുകളെ, ഇവിടെ നിങ്ങളോട് കടം വാങ്ങിയവരാരുമില്ല. എന്തിനാ അനാവശ്യമായിട്ട് സംസാരിച്ച് ക്ഷേത്രത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? നിങ്ങൾ സമാധാനത്തോടെ ഭഗവാനെ വണങ്ങൂ. മറ്റുള്ളവർക്കും ഭഗവാനെ വണങ്ങാനുള്ള അവകാശം കൊടുക്കൂ. സാക്ഷാൽ ഈശ്വര തുല്യനായ ഞങ്ങളുടെ പാട്ടേൽ അവർകളെ 10 ആൾക്ക് മുന്നിൽ നാണം കെടുത്തുന്നോ? ഇത് മികവേറിയ പാപം. പാപം അല്ലടാ, പുണ്യം. എല്ലാ നാട്ടിലും വർഷത്തിലൊരിക്കൽ ദീപാവലി വരും. ഞങ്ങളുടെ ഒരു തലയിലെടുത്ത് നോക്കിയേ.
എത്ര വർഷം കാത്തിരുന്നാലും വിശേഷം വന്നതല്ലേ? എന്തേ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഞങ്ങളുടെ നാട്ടിലൊരു നരകാസുരൻ ഉണ്ടെന്നും അവനിപ്പോൾ മരിക്കാൻ താല്പര്യമില്ലെന്നും ഈ നാട്ടിൽ ദീപാവലി വരില്ലെന്നുമാണോ നിങ്ങളുടെ ഉദ്ദേശം? ആദ്യം ആ നരകാസുരൻ ആരെന്ന് പറയാമേ. നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് അവനെ വെട്ടി മുളക് പൊടിയിട്ട് എത്രയും പെട്ടെന്ന് ദീപാവലി ആഘോഷം ഞങ്ങളുടെ ഗുരുജിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നടത്തും. മുന്നിലിരുന്നിട്ട് എന്നോട് എന്തിനാ ചോദിക്കുന്നേ? രണ്ടുപേർക്കും കൂടി 4 കണ്ണില്ലേ? നോക്ക്. മുന്നിലുള്ളത് അങ്ങനെയെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ദൈവം പാട്ടേലാണെന്നാണോ നിങ്ങൾ പറയുന്നേ? ഇദ്ദേഹമാണോ നമ്മുടെ ശിരടിയിൽ ദീപാവലി വരാതാക്കുന്ന നരകാസുരൻ? അനിയ, ഈ നല്ല ദിവസത്തിൽ അശുഭകാര്യങ്ങളൊന്നും എന്റെ നാവ് കൊണ്ട് പറയില്ല. അസംബന്ധം, അസംബന്ധം, കഠിനം, അന്യായം. ദാനധർമ്മത്തിൽ കർണനായ ഞങ്ങളുടെ യജമാനോ നരകാസുരൻ? അങ്ങനെ 2 കൈ കൊണ്ടും നാടിന് മുഴുവൻ പുണ്യം ചെയ്ത് ജീവിക്കുന്ന അങ്ങയെ നരകാസുരൻ എന്ന് വിളിക്കുന്നത് കഷ്ടം തന്നെ, മഹാകഷ്ടം എടാ, തന്നെ. നിങ്ങൾ വായ മൂടറ. ഏ കിളവി, എന്റെ ദയ കൊണ്ട് എന്റെ സ്ഥലത്ത് വീട് വെച്ചിട്ട് എന്റെ കീഴിൽ ജീവിക്കുന്ന നിനക്ക് എന്ത് അഹങ്കാരമാടി? എന്ത് കണ്ടിട്ടാടി ഈ അഹന്ത? നിന്റെ മോൻ നാനാച്ചുത്താറിന്റെ മുഖം ഓർത്തിട്ടാ നിന്നെ വെറുതെ വിടുന്നത്. ഇല്ലെങ്കിൽ നിന്നെയും നിന്റെ വീടും പിഴുതെറിഞ്ഞിട്ടുണ്ടാകും ഞാൻ. എന്റെ ഔദാര്യത്തിൽ കഞ്ഞു കുടിച്ചു കിടക്കുന്ന നിന്റെ മുന്നിൽ ഞാൻ തലകുലിക്കണമെന്നാണോ? എടാ, ഈ കിളവി നാളെ എന്റെ സ്ഥലത്തുള്ള വീടും വിട്ട് പിന്നെ ഈ നാടും വിട്ട് പോയിക്കൊള്ളണം. ഇല്ലേ നിങ്ങൾ പോകേണ്ടി വരും. അങ്ങുന്നേ പൂജ നമസ്കാരം, അങ്ങുന്നേ ദീപാരാധന, അങ്ങുന്നേ ഉപചാരങ്ങൾ, അങ്ങുന്നേ നിവേദ്യങ്ങൾ, അങ്ങുന്നേ തീർത്ഥങ്ങൾ, അങ്ങുന്നേ പ്രസാദങ്ങൾ ഒന്നും ഏറ്റുവാങ്ങാതെ അങ്ങ് പോയല്ലോ എന്റെ ഗുരുജി. മിണ്ടാതിരിക്കണം മണ്ടന്മാരെ. നാട്ടിൽ വന്ന പോത്തിനെ പോലെ കറങ്ങി നടന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ഓരോന്ന് ചെയ്തു കൂട്ടിയാ ഈ ഭഗവാൻ വെറുതെ നോക്കിയിരിക്കില്ല, നിങ്ങളുടെ ജീവൻ എടുക്കും. പോയിടടാ ഇവിടുന്ന്. അമ്മേ, ഈ പാവങ്ങളെ അങ്ങനെ ശപിക്കല്ലേ അമ്മേ. ഞങ്ങള് വെറും കൈമണികളാ. ഞങ്ങള് രാവിലെ ഒരു അമ്പലത്തിലേക്ക് വരില്ല. ഇത്രയും കേട്ടിട്ട് നമ്മൾ എന്തിനാണ് അവിടെ നിൽക്കുന്നേ? ഗുരുജി നിക്കണേ, ഞങ്ങളും വരുന്നേ. പോടാ അവിടുന്ന്. അതെ തിരുമേനി, ഗുളികന് യമകണ്ഠന് ഇവിടുന്ന് പോയി കഴിഞ്ഞു. നിങ്ങൾ അർച്ചന ചെയ്തോളൂ. ദൈവത്തെ കണ്ട് പിശാചെന്ന് പറയോ? രാമനെ കണ്ടിട്ട് രാക്ഷസെന്ന് പറയോ? കൃഷ്ണനെ കണ്ട് കംസൻ എന്ന് പറയോ? ധർമ്മരാജനെ കണ്ടിട്ട് യമധർമ്മരാജൻ എന്ന് പറയോ? ഈ ശിരടിയിൽ ധർമ്മം ഒരു കാലിൽ പോയിട്ട് കുറഞ്ഞത് മുട്ടുകാലിൽ പോലും നടക്കുന്നില്ലേ യജമാനെ? ഇന്നോ നാളെയോ ഇവിടെ എല്ലാം നശിച്ചു പോകും. ഭൂമി തല കീഴാവും. കടൽ കലിതുള്ളാൻ പോകുന്നു. വീണ്ടും വരുന്ന കലിയുഗം നേരിടേണ്ടി വരും അമ്മേ.